ഏപ്രിൽ 1-ാം തീയതി മുതൽ എന്ന് വെച്ചാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ എല്ലാ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും മുന്നിൽ സ്വർണ്ണപ്പണയം എന്ന് മാത്രമല്ല സ്വർണം വെള്ളി പണയം എന്നുള്ള ബോർഡ് വരും. അപ്പോൾ വെള്ളി എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ അവഗണിക്കപ്പെട്ടിരുന്ന, പലർക്കും ഒരു വെള്ളി കൊലുസൊക്കെ ഉണ്ടാക്കും, വെള്ളി ആഭരണങ്ങൾ അങ്ങനെ ഇടാറില്ല, വെള്ളി ചിലരുടെ ശരീരത്തിൽ വിയർപ്പ് തട്ടിയാൽ കറുത്തു പോകും എന്നൊക്കെ പറയും അല്ലേ. ഇങ്ങനെയൊക്കെയാണ്. സ്വർണം അലർജി ആയിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ വെള്ളിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു കുതിച്ചു കയറ്റം ഉണ്ടായിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് പരിശോധിക്കുന്നത്. വെള്ളിയുടെ കാര്യത്തിൽ ഇതുവരെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ കുതിച്ചു കയറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്താണ് കാരണം? അതിന് കൃത്യമായി അത് നമ്മുടെ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജിയോ പൊളിറ്റിക്സ് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളി ഖനനം ചെയ്യുന്ന രാജ്യങ്ങൾ മെക്സിക്കോ, ചൈന, പെറു, റഷ്യ എന്നിവയാണ്. റഷ്യ ഒരു വർഷം 1200 മെട്രിക് ടൺ വെള്ളി കയറ്റുമതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ റഷ്യ ഒരു തരി വെള്ളി ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. റഷ്യയുടെ കയ്യിലിപ്പോൾ 92,000 മെട്രിക് ടൺ വെള്ളി കയ്യിലിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. റഷ്യൻ വെള്ളി വിപണിയിലേക്ക് വരാതായപ്പോൾ വെള്ളിയുടെ വില ലോക മാർക്കറ്റിൽ കൂടിയിരിക്കുന്നു.